യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ ഏവൻഗേലിയനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 6-ാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു: നിങ്ങൾ പടകിൻ്റെ വലത്ത് വശത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടും എന്ന്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളുമാണ് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 3-ാം പ്രാവശ്യം തിബേരിയോസ് കടൽക്കരയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടുകയാണ്. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഭയത്തോടെ ഒളിച്ചു ജീവിച്ച സമയങ്ങൾ. ജീവിതത്തിൻ്റെ ക്രോസ് റോഡിലാണ് എല്ലാ ശിഷ്യന്മാരും നിൽക്കുന്നത്. തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് യേശുവിനെ 3 വർഷം പിന്തുടരുന്നതിൻ്റെ ഫലമായിട്ട് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു അവർ കണ്ടു. എങ്കിലും മുന്നോട്ടുള്ള പ്രയാണം എന്തെന്നറിയാതെ നിൽക്കുമ്പോൾ അവർ തീരുമാനിക്കുകയാണ്, അരുതുള്ള ആഹാരത്തിന് വശമില്ലാതെ വരുമ്പോൾ തങ്ങൾ ജീവിച്ച പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ 7 ശിഷ്യഗണങ്ങൾ മീൻ പിടിക്കുവാൻ വേണ്ടി തിബേരിയോസ് കടലിൽ ചാടുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. തിരിച്ച് കരയിൽ പ്രഭാതത്ത് കടന്നു വന്നപ്പോൾ കടൽക്കരയിൽ ഇതാ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ആ മനുഷ്യൻ അവരോട് പറയുന്നു, മക്കളെ, കൂട്ടുവാൻ ഭക്ഷിപ്പാനൊന്നുമില്ലേ എന്ന്. അവർ മറുപടി പറയുന്നു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ പറയുന്ന വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 21:6. നിങ്ങൾ പടകിൻ്റെ വലത്ത് വശത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടും, ലഭിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ പറഞ്ഞ വചനങ്ങൾ അതുപോലെ അനുസരിച്ചു. അതിൻ്റെ ഫലമോ വല കീറുമാറും നിറച്ച് മത്സ്യം വലയിൽ കുടുങ്ങി. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു തമ്പുരാൻ ഫർണസിൽ മീൻ വെച്ച് വേവിക്കുകയാണ് ഉണ്ടായത്. അവരോട് പറയുകയാണ്, നിങ്ങൾ പിടിച്ച മത്സ്യത്തെ കൊണ്ടുവരുവിൻ. പത്രോസ് 153 വലിയ മത്സ്യത്തെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശു അത് പാകം ചെയ്ത് അവരോടൊരുമിച്ച് കഴിക്കുകയാണ്. ദൈവമക്കളോട് പറയാനുള്ളത്, ജീവിതത്തിൻ്റെ ക്രോസ് റോഡിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ജോലി മേഖലയാകാം, പാപത്തിൻ്റെ ആഴക്കടലാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, രോഗങ്ങളാകാം, നിങ്ങളെ അലട്ടുന്നതായ മാനസിക വേദനകളാകാം, കുടുംബ പ്രശ്നമാകാം. എവിടെയും നിൽക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തിബേരിയോസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് അവൻ പറയുന്ന വചനം, നിങ്ങൾ പടകിൻ്റെ വലത്ത് വശത്ത് വല വീശുവിൻ, നിങ്ങൾ കിട്ടും. അത്ഭുതകരമായി അധ്വാനിച്ചൊന്നും ലഭിക്കാത്ത മേഖലകളിൽ യേശു പറഞ്ഞപ്പോൾ നിറയെ മത്സ്യം കിട്ടി. ജയ് ലെനോ എന്ന് പറഞ്ഞതായ നൈറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഹോസ്റ്റ് ആൻഡ് കൊമേഡിയൻ, ലോസ് ഏഞ്ചലസിലെ പ്രസിദ്ധമായ കൊമേഡിയനാണ്. തൻ്റെ ഭാര്യ തൻ്റെ വിവാഹത്തിന് ശേഷം 45-ാം വർഷം ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽസൈമർ ബാധിച്ച് കിടപ്പായി. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ചലഞ്ചസ് നിങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്ന്. ജയ്
ലിനോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്നും വൈകിട്ട് വീട്ടിൽ വന്ന് ആഹാരമുണ്ടാക്കി ഭാര്യയോടൊത്ത് കഴിച്ച് TV ഇട്ട് ജീവിക്കുന്ന ഒരു പാരമ്പര്യമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പൂർണ്ണമായി അവളുടെ ലീഗൽ പ്രൊവൈഡർ പദവി ഞാൻ ഏറ്റെടുത്തു. മാത്രമല്ല, അവളോടൊത്തൊരുമിച്ച് 24 മണിക്കൂറും ചെലവഴിക്കുകയും അവളെ ഡ്രസ് മാറ്റിക്കുകയും ബാത്റൂമിൽ കൊണ്ടുപോവുകയും ആഹാരം തീറ്റി കൊടുക്കുകയും ചെയ്യും. ഇതൊരു ചലഞ്ചസ് അല്ല. എൻ്റെ വിവാഹ ദിവസം ഞാനെടുത്ത യേശുവിലെടുത്ത പ്രതിജ്ഞയാണ്, അവനോട് ചെയ്ത വാഗ്ദാനമാണ്. രോഗമായാലും ആരോഗ്യമായാലും എൻ്റെ ഭാര്യയോടൊത്ത് ഞാൻ ഉണ്ടാകും എന്ന്. അതിന്നും പാലിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം, വിവാഹ ജീവിതമാകാം, ഏത് മേഖലകളാകാം, യേശു പറഞ്ഞ വചനത്തെ ഒരിക്കലും വ്യതിചലിക്കാതെ സമ്പൂർണതയോടെ സ്വീകരിച്ച് അതനുസരിക്കുമ്പോഴെത്രേ അനുഗ്രഹത്തിൻ്റെ നാളുകൾ. തലകൾ വണക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളൂ, ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ വചനപ്രകാരം എപ്രകാരം ജീവിതത്തിൻ്റെ വേദനയിൽ നിന്ന ശിഷ്യഗണങ്ങൾക്ക് അത്ഭുതകരമായി നിൻ്റെ വചനം കേട്ടപ്പോൾ ഒന്നും ലഭിക്കാതെ വന്ന രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ചപ്പോൾ അവർക്ക് നിറപടിയായി 153 വലിയ മത്സ്യങ്ങളെ കൊടുത്തുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ, വിവാഹ ജീവിതമാകാം, ഏതെങ്കിലും മേഖലയിൽ ചാലഞ്ചസ് നേരിടുന്നുണ്ടെങ്കിൽ നാഥാ ഈ സമയത്ത് നിന്നിൽ സമർപ്പിച്ചതുകൊണ്ട് നിന്റെ അമ്മ പറഞ്ഞ പ്രകാരം അവിടുത്തെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന്. അപ്രകാരം ദൈവത്തെ പ്രസവിക്കുവാൻ തൻ്റെ അമ്മയ്ക്ക് നീ അനുഗ്രഹം കൊടുത്തുവെങ്കിൽ ഇനി വചനം കേൾക്കുന്ന മക്കളിലെല്ലാം നാഥാ അവിടെ കണ്ണുനീരൊപ്പി ആശ്വാസത്തിൻ്റെ കാലങ്ങളിലേക്ക് വഴി നടത്തട്ടെ. യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ.